മുഖ്യമന്ത്രി ആയാലും ആരായാലും ഇനി മുസ്ലിം ലീഗ് എം.എൽ.എ. ബഷീർ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. പിന്നെ അതിൽ പിടിച്ച ആരും കേറിയിട്ട് കാര്യമില്ല. അതാണ് സഭയിൽ ഇന്ന് സംഭവിച്ചത്. സഭയിൽ എന്നും പിണറായിക്കെതിരെ ആഞ്ഞടിക്കുന്ന മുഖമാണ് പി.കെ. ബഷീറിൻ്റേത്. ഏഷ്യാനെറ്റ് ന്യൂസ് അക്രമത്തിലും ഇന്ന് അദ്ദേഹം സഭയിൽ പൊട്ടിത്തെറിച്ചു. മണി പവറും പൊളിറ്റിക്കൽ പവറുമുള്ള CPM മീഡിയകളെ കൂടി പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് പി.കെ. ബഷീർ പറഞ്ഞു. നിയമസഭയിൽ വാക്കൌട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് പി.കെ. ബഷീർ ഇങ്ങനെ പറഞ്ഞത്. സാങ്കേതികത്വം പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ കേസിൽ കുടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നിങ്ങളെ പുകഴ്ത്തിയാൽ അവാർഡും നിങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ കേസും അറസ്റ്റും എന്നതാണ് അവസ്ഥയെന്നും പി.കെ. ബഷീർ പരിഹസിച്ചു. പി.കെ. ബഷീറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: CPM-ഉം LDF-ഉം ജനാധിപത്യം, മാധ്യമ സ്വാതന്ത്ര്യം ഇതിന്റെ സംരക്ഷകരാണ്. ഇവിടെ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു. നിങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്നവരാണെങ്കിൽ ഹർത്താൽ വിഷയമാക്കിയുള്ള ചർച്ചയിൽ അവതാരകൻ വിനു വി. ജോൺ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ കേസ് കൊടുത്തത് എന്തിനാണ്? എവിടെയാണ് നിങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നത്? ദേശാഭിമാനിയുടെ വാർത്തയിൽ എവിടെയാണ് സത്യസന്ധത? സാങ്കേതികത്വം പറഞ്ഞാണ് മാധ്യമപ്രവർത്തകരെ കേസിൽ പെടുത്തുന്നത്. നിങ്ങളെ പുകഴ്ത്തിയാൽ മാധ്യമ അവാർഡ്, നിങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ കേസും അറസ്റ്റും. ഇതാണ് അവസ്ഥ. ഒരു കാര്യം വ്യക്തമാണ്, പൊളിറ്റിക്കൽ പവറും മണി പവറും നിങ്ങൾക്കുണ്ട്. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നത് മീഡിയയുടെ നിയന്ത്രണമാണ്. നിയമസഭയിൽ പ്രതിപക്ഷത്ത് നിന്ന് ആരെങ്കിലും സംസാരിച്ചാൽ ഉടനെ ഭരണപക്ഷത്തു നിന്നും 4-5 പേർ ബഹളം വയ്ക്കും. എന്തിനാണിതൊക്കെ? നിങ്ങൾ ജനാധിപത്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് തുള്ളണ്ട. നിങ്ങളുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്. സെക്രട്ടേറിയറ്റിൽ പോലും ഒരു മാധ്യമപ്രവർത്തകന് പ്രവേശനം കിട്ടാത്ത സ്ഥിതിയാണിപ്പോൾ. അതേസമയം തന്നെ കോൺഗ്രസിലെ മാത്യു കുഴൽനാടന്റെ ED കുറ്റപത്രം കേട്ട് പൊളഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന് നിയമസഭയിൽ പി.കെ. ബഷീറിന്റെ വായിൽ നിന്ന് കുറേയധികം കേൾക്കാനിടയായി. മടിയിൽ കനമില്ല, അതുകൊണ്ട് തന്നെ വഴിയിൽ പേടിക്കേണ്ടതില്ലെന്ന് വീമ്പു പറയുന്ന പിണറായി വിജയന് ഇപ്പോൾ വഴിനീളെ പേടിയാണെന്നായിരുന്നു പി.കെ. ബഷീറിന്റെ കോട്ട. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റി പരിശോധിച്ചു നൽകുന്ന അക്രഡിറ്റേഷൻ കാർഡുള്ള മാധ്യമപ്രവർത്തകരെ പോലും സെക്രട്ടേറിയറ്റിൽ വിലക്കുന്ന നിങ്ങൾ എന്ത് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും പി.കെ. ബഷീർ ചോദിച്ചിരുന്നു. തന്റെ ആത്മസുഹൃത്തായ ഷംസീർ സ്പീക്കറായതോടെ ഭരണപക്ഷം അദ്ദേഹത്തെ മുൾമുനയിൽ നിർത്തുകയാണെന്നും ബഷീർ ചൂണ്ടിക്കാണിച്ചു. അതേസമയം കഴിഞ്ഞ മാസം പിണറായിക്കെതിരെ വിമർശനം നടത്തി ബഷീർ രംഗത്ത് വന്നിരുന്നു. മുസ്ലിം ലീഗ് നേതാവ് പി.കെ. ബഷീർ MLA മുജാഹിദ് സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിരുന്നു. കേരള നവ്തുൽ മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിലെ സമാപന സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. സമ്മേളനത്തിൽ ഹിന്ദുത്വ നേതൃത്വത്തെ പങ്കെടുപ്പിച്ചതിനെതിരെ ജോൺ ബ്രിട്ടാസ് MP വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിൽ സമ്മേളനത്തിൽ സംബന്ധിച്ച് സംസാരിച്ച പി.കെ. ബഷീർ MLA ബ്രിട്ടാസിനെതിരെ രൂക്ഷ പ്രതികരണം നടത്തിയിരുന്നു. തെറ്റായ ചില വാദഗതികൾ ഈ സമ്മേളനത്തിൽ തന്നെ ഉയർന്നതായി അറിയാൻ കഴിഞ്ഞു. എൻ്റെ ഒരു സുഹൃത്ത് ഈ വേദിയിൽ പ്രസംഗിച്ചതിൻ്റെ ഒരു ദൃശ്യം ഞാൻ യാത്രയിൽ കണ്ടു. പശ്ചിമ ബംഗാളിൽ ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്തും പറയാൻ ലൈസൻസ് ഉള്ള ആളാണ് അദ്ദേഹം. ഈ രാജ്യത്ത് ഒരു ന്യൂനപക്ഷ സമ്മേളനത്തിൽ വന്ന് CPM-നെ എതിർക്കാനാണോ അദ്ദേഹം ശ്രമിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ വാചകങ്ങൾക്ക് അതേപോലെ പ്രതികരിക്കാൻ ഞാൻ തുനിയുന്നില്ല എന്നായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത്. അതേസമയം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കൊച്ചി ഓഫീസിൽ SFI നടത്തിയ അതിക്രമം സഭ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ AN ഷംസീർ തള്ളി. SFI പ്രവർത്തകർ ഓഫീസിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നിവ ഉന്നയിച്ചാണ് പ്രതിപക്ഷ നിരയിലെ PC വിഷ്ണുനാഥ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിഷയം അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസിൽ 2022 നവംബറിൽ പൊതുവിദ്യാലയങ്ങൾ മയക്കുമരുന്നിന്റെ പിടിയിലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കും വിധം പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥിയെ സ്കൂൾ യൂണിഫോമിൽ അവതരിപ്പിച്ചുകൊണ്ട് വീഡിയോ സംപ്രേഷണം ചെയ്യുകയുണ്ടായി എന്ന് പറയുന്നു.